ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ ഒരു കുട്ടിയുടെ ജീവൻ അപഹരിച്ച അപകടം നടന്ന സ്ഥലമാണിത്. അപകടത്തിന് കാരണമായിട്ടുള്ള ബസ്സാണ് ഈ കാണുന്നത്. ഈ ബസ്സിന്റെ പിന്നിലെത്തിയ വാഹനത്തിലാണ് ഈ കൊല്ലപ്പെട്ട കുട്ടി എത്തിയത്. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സഹപാഠികൾക്കൊപ്പം ഈ വശത്തുകൂടി തന്നെ, ഈ വലതുവശത്തുകൂടി തന്നെ കുട്ടികൾ ആ കാണുന്ന ക്ലാസ് റൂമിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ മുന്നിലുണ്ടായിരുന്ന ഈ 19 നമ്പർ വാഹനം മുന്നോട്ടെടുത്തത്. വാഹനം കുട്ടികളെ തട്ടുകയും കുട്ടികൾ ഈ വാഹനത്തിന് മുന്നിലേക്ക് വീഴുകയുമായിരുന്നു. ഹെയ്സൽ ബെൻ ാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. മറ്റൊരു കുട്ടിക്ക് കൂടി പരിക്കേറ്റിരുന്നു. ആ കുട്ടിക്ക് കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ പരിക്ക് അത്ര ഗൗരവമുള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കാലിന് പരിക്കേറ്റിട്ടുണ്ട്, പക്ഷേ ആ കുട്ടിയുടെ ജീവന് ഭീഷണിയില്ല. ഈ സമയത്ത് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് ഒരു പക്ഷേ ഈ കുട്ടികൾ ഒരു വശത്തു കൂടി വരുന്നത് കാണാൻ കഴിഞ്ഞിരിക്കില്ല. പക്ഷേ നമുക്കറിയാം, ഈ ഇത്തരം ചെറിയ കുട്ടികൾ എത്തുന്ന ബസ്സുകളിലെല്ലാം ആയമാരുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ ഈ വാഹനങ്ങൾ തുടരെ വരുമ്പോൾ അത് നിയന്ത്രിക്കാനും വശങ്ങൾ നോക്കി കൃത്യമായി പറഞ്ഞു കൊടുക്കാനും സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത്. ഇതുവരെ പ്രിൻസിപ്പൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ സ്കൂളിൽ ഒരു CCTV ഉണ്ട്. ആ CCTV 2 ദിവസമായി പ്രവർത്തനരഹിതമാണ് എന്ന വിശദീകരണമാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് നൽകുന്നത്. എന്തായാലും ആ കാര്യത്തിൽ എന്തെങ്കിലും ചിലത് ഒളിക്കാനുണ്ടാകും മാനേജ്മെൻറ്റിന് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കാൻ. തടിയമ്പാട് നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം JNS രാജു, മാതൃഭൂമി ന്യൂസ്.